ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഏർലി പ്രഗ്നൻസി സിംറ്റംസ് ആണ്. ചില വുമൻസിൽ നമുക്ക് കാണാവുന്ന ഒരു ക്യൂരിയോസിറ്റിയാണ് പീരിയോഡ്സ് മിസ്സായി 1-2 ദിവസത്തിന് ശേഷം അല്ലെങ്കിൽ 1-2 ദിവസം മുമ്പേ അവർ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും, ഞാൻ പ്രഗ്നൻ്റ് ആണോ എന്ന് ആലോചിച്ചിട്ട്. അപ്പം അതിൻ്റെ കുറച്ച് ഏർലി സിംറ്റംസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്ന ഒരു മേജർ സിംറ്റം എന്ന് പറയുന്നത് പീരിയോഡ്സ് മിസ്സായ ഒരാളാണെങ്കിൽ മിസ്സിങ് പീരിയോഡ്സ് തന്നെയാണ്. ഇപ്പം നമുക്കൊരു 22 അല്ലെങ്കിൽ ഒരു 30 ഡേയ്സിൻ്റെ റെഗുലർ പീരിയോഡ്സിൻ്റെ ഒരു സർക്കിൾ ഫോളോ ചെയ്യുന്ന ഒരു വുമൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മിസ്സിങ് പീരിയോഡ്സ് നമുക്കൊരു മേജർ സിംറ്റം ആയിട്ട് എടുക്കാം. അങ്ങനെ പീരിയോഡ്സ് മിസ്സായ നെക്സ്റ്റ് ഡേ തന്നെ നമ്മൾ കാർഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടാവുന്നതാണ്. പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ അടിവയറ്റിൽ നിന്ന് വരുന്ന ക്രാംപ്സ് പെയിൻസ് ഒക്കെയാണ്. നമുക്കിപ്പോൾ ഒരു മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന പോലത്തെ ഒരു പെയിനൊക്കെ നമ്മുടെ അടിവയറ്റിൽ നിന്ന് നമ്മൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ അങ്ങനത്തെ ഒരു സിംറ്റവും നമുക്ക് കാണാവുന്നതാണ്. പിന്നെയെന്ന് വരുന്നത് ഭയങ്കരമായിട്ടുള്ളൊരു ക്ഷീണമാണ്. ഭയങ്കര ക്ഷീണമായിരിക്കും, നമുക്ക് ഒന്നിനും പറ്റാത്ത പോലെയൊക്കെ തോന്നുന്ന അങ്ങനത്തെ ഒരു ക്ഷീണം വരാനുള്ള എല്ലാ ചാൻസസും ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റിന് വരുന്ന ചേഞ്ചസ് ആണ്. ഒരു ബ്രസ്റ്റിന് ചിലപ്പോൾ ഒരു എൻലാർജ്മെൻറ്റ് വരും, ചിലർക്ക് ഭയങ്കര പെയിൻ വരും, നിപ്പിളിൽ നിന്നൊക്കെ നമുക്ക് ഭയങ്കര ഡിസ്ചാർജ് വരും, നിപ്പിൾ സൈഡിൽ നിന്നൊക്കെ പെയിനൊക്കെ ചിലരിൽ കാണാവുന്നതാണ്. പിന്നെയെന്ന് പറയുന്നത് വജൈനൽ ഡിസ്ചാർജ് നല്ലോണം ഉണ്ടാവും. പിന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, ചിലരിൽ നെഞ്ചരിച്ചിൽ, കോൺസ്റ്റിപ്പേഷൻ, ആസിഡിറ്റി പ്രോബ്ലംസ്, അങ്ങനെ പലതായിട്ട് നമുക്ക് ഇത് കാണാവുന്നതാണ്. പിന്നെ ചില പ്രഗ്നൻ്റ് ആയിട്ടുള്ള വുമൻസിൽ ഏർലി സിംറ്റംസ് ആയിട്ട് നമുക്ക് ഫുഡിനോടുള്ള ക്രേവിങ്സ് കാണാം. ചിലർക്ക് അമിതമായിട്ടുള്ളൊരു കൊതി കാണാം, ചിലർക്ക് അതിൻ്റെ സ്മെല്ലടിക്കുമ്പോഴേ ഫുഡ് വേണ്ട എന്നുള്ളൊരു തോന്നലും കാണാം. ഈ 2 ടൈപ്പും നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ തോന്നും. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ ആ ടൈമിൽ വരുന്ന ഹോർമോൺ ചേഞ്ചസ് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ കണ്ടൻറ്റ് കൂടുന്നതുകൊണ്ടാണ്. പിന്നെ ചിലരിലൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ഒരു സിംറ്റമാണ് വൊമിറ്റിംഗ് ടെൻഡൻസി. ഇപ്പം ഇത്രയുമാണ് നമുക്ക് ഏർലി പ്രഗ്നൻസി സിംറ്റംസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. പക്ഷേ ഇത് എല്ലാ വുമൻസിലും ഉണ്ടാകണം എന്നില്ല, കാരണം ഓരോരോ സ്ത്രീകളും ഡിഫറെൻ്റ് ആണ്. ഓരോരുത്തരുടെ ശരീരവും അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസും ഡിഫറൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ സിംറ്റംസ് ഒന്നും ഇല്ല എന്ന് കരുതിയിട്ട് നമ്മൾ പ്രഗ്നൻ്റ് ആവാണ്ട് ഇരിക്കണം എന്നില്ല. ചിലരിൽ ഈ ഒരു സിംറ്റംസും കാണിക്കില്ല, എന്നാൽ ചില സ്ത്രീകളിൽ ഇതിൽ 1-2 സിംറ്റംസ് മാത്രം കാണിക്കും. ചിലരിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ സിംറ്റംസും കാണിച്ചാലും അവർ പ്രഗ്നൻ്റ് ആവണമെന്നില്ല. കാരണം അപ്പോൾ മിസ്സിങ് പീരിയോഡ്സ് ആയിരിക്കോട്ടെ, അതുപോലെ തന്നെ ക്ഷീണം, അങ്ങനത്തെ എല്ലാ സിംറ്റംസും നമുക്ക് തൈറോയിഡ്, ഡയബറ്റിക്സ്, മൂത്രപ്പഴുപ്പ്, ലോ BP ഇത് മൂലം നമുക്ക് ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടാകാവുന്നതാണ്. എങ്കിലും ഇതാണ് നമുക്ക് മേജറായിട്ട് വരുന്ന ഏർലി പ്രഗ്നൻസി സിംറ്റംസ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.